യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇനി ആരാണ് ഇടപെടേണ്ടത്? കുടുംബത്തെ അനുനയിപ്പിക്കാതെ എങ്ങനെ പ്രശ്നപരിഹാരം സാധ്യമാകും? കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെയാണ് ചർച്ചകൾ നടന്നതെന്ന് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ പറയുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ വാദം. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ കുറിച്ചത്. കുടുംബത്തിന്റെ അനുവാദമില്ലാതെയാണ് ചർച്ചകൾ നടന്നതായുള്ള പ്രചരണമെന്നും മെഹദി പറയുന്നു. അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി സുവിശേഷകനായ KA പോൾ എക്സിൽ കുറിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രചരണം പൂർണ്ണമായും തെറ്റാണെന്നും മെഹദിയുടെ കുറിപ്പിലുണ്ട്. മധ്യസ്ഥതയ്ക്ക് മുൻകൈയെടുക്കുന്ന സാമുവൽ ജെറോം പണം കൈപ്പറ്റിയതായി കഴിഞ്ഞ ദിവസം ഇയാൾ ആരോപിച്ചിരുന്നു. തുടക്കം മുതലേ സമവായ ചർച്ചകൾക്കെതിരെ നിലകൊള്ളുന്നയാളാണ് മെഹദി. അതേസമയം വധശിക്ഷ നീട്ടിയ ശേഷം ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ചർച്ചയ്ക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് സമഗ്ര സുരക്ഷാ വിലയിരുത്തലിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് സൂചന. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.